നമസ്കാരം എല്ലാ സ്നേഹ ജ്യോതിസ് ഫാമിലി അംഗങ്ങൾക്കും. നമുക്കിന്ന് ഭഗവാൻ നൽകുന്ന മെസ്സേജ് സന്ദേശം, കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. ഇന്ന് ഓണമാണ്. ഓണത്തിന് ഭഗവാൻ നമുക്കായി നൽകുന്ന സന്ദേശം നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. 2 കാർഡാണ് എടുക്കുക. അപ്പോൾ ആദ്യം ഈ കാർഡ് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ആ ഒരു സന്ദേശം ഉള്ളിൽ തോന്നുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. പിന്നെ ഒരു പൊതുവായിട്ടുള്ള മെസ്സേജ് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും 2 കാർഡ് എടുക്കാം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ക്ലീം കൃഷ്ണായ. ടഫ് ടൈംസ് ആണ് നമ്മുടെ let go of all that has happened. The bad time will also surely go. Complete destruction always leaves behind seeds of regrowth and regeneration. Divine Darshan. അപ്പോൾ പേടിക്കണ്ട, നമുക്ക് Divine Darshan. The divinity is working for you and your happiness in this long journey of your soul. ഇപ്പം നമുക്ക് ടഫ് ടൈം അനുഭവിക്കുന്നവർക്കും മെസ്സേജ് ഉണ്ട്. അത് രണ്ടും ആ ടഫ് ടൈം അനുഭവിക്കുന്നവർക്ക് തന്നെയുള്ള മെസ്സേജാണ്. ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്കുള്ള മെസ്സേജ് തന്നെയാണത്. എന്താണ് ഈ ടഫ് ടൈമിൽ ആദ്യത്തെ മെസ്സേജ്? ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻ. ദി ബാഡ് ടൈംസ് വിൽ ഗോ, ദി ബാഡ് ടൈംസ് വിൽ ആൾസോ ഷുവർലി ഗോ എന്ന് പറഞ്ഞിരിക്കുന്ന. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സമയം ഉണ്ടല്ലോ, നമുക്ക് ഇത്തിരി, അതായത് ടഫായിട്ട് പോകുന്ന, നമുക്ക് വളരെ ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു സമയം മാറും എന്ന് ഷുവർലി ഗോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും മാറും, ഉറപ്പായിട്ടും നമ്മളെ വിട്ടു പോകും. ഈ ഒരു ടഫായിട്ടുള്ള ഈ സമയം, ഭയങ്കര പരിതാപകരമായ, വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയം മാറും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ വെച്ചാൽ ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ച് നമ്മൾ അതിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലരുതെന്നാ. എല്ലാം അത് കഴിഞ്ഞതൊക്കെ വിട്ടുകളയാം മനസ്സിൽ നിന്ന്. കാരണം നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അറിയാലോ. പ്രത്യേകിച്ച് ഭക്തിയുള്ളവർക്ക്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്, നാമജപം ഒക്കെ നടത്തുന്നവർക്ക്, അവർക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ കൂടുതലാണ്. അവരിൽ നിന്ന് എപ്പോഴും ഒരു തരംഗങ്ങൾ പുറത്തേക്ക് പുറപ്പെടുന്നുണ്ട്. സയൻസ് പറയുന്നതാണ് കേട്ടോ. ആ തരംഗങ്ങൾ എന്താണോ പുറപ്പെടുന്നത് അതിനനുസരിച്ച് തരംഗങ്ങളായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരാന്ന. അപ്പോൾ നമ്മൾ ഈ പഴയ കഴിഞ്ഞു പോയ അനുഭവങ്ങളും വിഷമിപ്പിക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്താ ചെയ്യുക? അത് വീണ്ടും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും, നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലെ. അപ്പോൾ ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് സംഭവിച്ചതൊക്കെ നമ്മൾ അത് പൊക്കോട്ടെ അതിൻ്റെ വഴിക്ക് എന്ന് വിചാരിക്കാം കേട്ടോ. ദ ടൈംസ് വിൽ ഓൾസോ ഷുവർലി ഗോ. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ബാഡ് ടൈംസ് വിൽ ഓൾസോ ഷുവർലി ഗോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് സീഡ്സ് ഓഫ് റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ. നമ്മൾ വിചാരിക്കാം നമ്മുടെ ഒരു തകർച്ച, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, ഇത് എന്താണ് എനിക്ക് മാത്രം, അല്ലെങ്കിൽ അത് സോളിനെ റീഗ്രോത്ത് ചെയ്യാനാണ് ശരിക്കും കേട്ടോ. വീണ്ടും അതിന് ഒന്നും കൂടി ഒന്ന് പ്രോഗ്രസ്സിലേക്ക് നയിക്കാനാണ് സോളിനെ. നമ്മൾ സുഖജീവിതത്തിലാകുമ്പോൾ സോളിന് പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ മുൻപൊരു കഥ പറഞ്ഞല്ലോ, മുൻപ് ഇതുപോലെ കൃഷ്ണ സന്ദേശത്തിൽ തന്നെയാണ് കഥ പറഞ്ഞത്. കോടിക്കണക്കിന് ഡോളർ ലോട്ടറി അടിച്ചിട്ട് സുഖജീവിതം, പിന്നെ കുടിച്ച ആളില്ലാതെയായത്, പെട്ടെന്ന് തന്നെ ഇല്ലാതെ എന്ന് പറഞ്ഞത്. അത് ഉണ്ടായ സംഭവമാണ്. USA ആണെന്ന് തോന്നുന്നു. USA ഫ്രാൻസ്, മറ്റേ ഏതോ യൂറോപ്യൻ കൺട്രിയിൽ. അപ്പം എന്തായി, അവിടെ സോളിന് റീഗ്രോത്തിന് വേണ്ട ഒരു കാര്യങ്ങൾ ആൾ നോക്കിയില്ല. കാരണം സുഖജീവിതം, പണമുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പം പിന്നെ ജോലിയും പോയില്ല, ഒന്നിനും പോയില്ല, പിന്നെ ഒന്നിനും ശ്രമിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ ജീവിതത്തിലും കാണാം, ഈ സിനിമ മേഖലയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിലൊക്കെ അത്യാവശ്യം പണം ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് മറ്റ് മദ്യപാന അങ്ങനെ സംഭവിച്ച ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജീവിത രീതി മാറുമ്പോൾ, പിന്നെ ഫിനാൻഷ്യലി സേഫ് ആകുമ്പോൾ പിന്നെ സോൾ പ്രോഗ്രസ്സിലേക്ക് നോക്കില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരെങ്ങനെ ചെയ്യുക? നമ്മൾ ജീവിതവും രക്ഷപ്പെടുത്തണം, അതിന് വേണ്ട മാർഗങ്ങൾ തിരയും, അതിന് വേണ്ട വഴികൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കും.
സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷെ ആ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന കാര്യങ്ങളിൽ കൂടി നമ്മൾ കുറച്ച് അറിവുകളും നേടും. കാരണം ആ ദുരിതം സമയത്ത് നമുക്ക് എങ്ങനെ അതിജീവിക്കാം. അപ്പോൾ നമ്മൾ ഭക്തി അമ്പക്ഷേത്ര ദർശനം, ഭക്തി കാര്യങ്ങൾ, നാമജപം കൊണ്ട് നമുക്കൊരു തട കിട്ടുന്നുണ്ടെങ്കിൽ നാമജപം, പിന്നെ മെഡിറ്റേഷൻ, ശാന്തമാവാൻ വേണ്ടി മനസ്സ് ശാന്തമാവാൻ എന്നുള്ള രീതിയിൽ മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ തിരിയും. അതെങ്ങനെയാകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു തകർച്ചയെ നേരിടുമ്പോഴാണ് അങ്ങനെ സ്വീകരിക്കുക. നമ്മൾ സുഖജീവിതമാണെങ്കിൽ ഇതിനൊന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പം അത് ദൈവത്തിനറിയാം. അപ്പം റീഗ്രോത്ത് ആഗ്രഹിക്കുന്ന സോളുകൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. നമ്മുടെ തന്നെ സോള് കൊണ്ടുപോകും. അത് നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കാനാണ് കേട്ടോ. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതിൽ അവസാനിക്കില്ല, ഒരു ജന്മത്തിലൊന്നും അവസാനിക്കില്ല. കാരണം ഇതിൽ പറയുന്നുണ്ടല്ലോ, ഇതിൽ പറയുന്നുണ്ട്, ദ ഡിവൈനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു ആൻഡ് യുവർ ഹാപ്പിനെസ് ഇൻ ദിസ് ലോങ് ജേണി ഓഫ് യുവർ സോൾ. ലോങ് ജേണിയാണ് നമ്മുടെ ഈ ഒരു ലൈഫ്. നമ്മളെ സംബന്ധിച്ചാണ് ഈ ഒരു മനുഷ്യ ശരീരത്തോടെ നമ്മൾ ഈ ഒരു ലൈഫിനെ നോക്കിക്കാണാം. പക്ഷേ ഡിവൈനിറ്റി ഒക്കെ എങ്ങനെ നമ്മൾ നോക്കിക്കാണാം? ലോങ് ജേണി ഓഫ് ലോങ് ജേണിയാണ് സോളിൻ്റെ ലോങ് ജേണി കൂടിയാണ് അവർ നമ്മളെ നോക്കിക്കാണാം. അതാണ് നമുക്ക് പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, എന്നെന്താ ദൈവം രക്ഷിക്കാത്തത്, എന്നെന്താ രക്ഷപ്പെടുത്താത്ത ദൈവം, എനിക്ക് മാത്രം എന്താ അത്ര കഷ്ടം എന്നുള്ളത്. ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി ഈ ഒരു ജന്മത്തിൽ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, മുൻപ് നിങ്ങളൊരു കഥ കേട്ട് കാണും. വയറുവേദന വന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും, കൃഷ്ണനോട്. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയാം ഈ ഒരു സന്ദർഭത്തിന് അനുയോജ്യമായിട്ട്. വയറുവേദന വന്നിട്ട് ഭക്തനാണ്, ഉത്തമ ഭക്തനാണ്, വിളിച്ചാൽ ഭഗവാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഭഗവാനെ വിളിക്കും, ഭഗവാൻ വരും. എന്താണ്? അപ്പോൾ വയറുവേദന എടുക്കുന്ന കഠിനമായിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി തരാൻ പറയുന്നത്. ആ ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ തന്നെ പോകും. അങ്ങനെ ആവർത്തിച്ച് ഭഗവാനോട് വീണ്ടും ആവശ്യപ്പെടുന്നു. ഭഗവാൻ വയറുവേദന മാറ്റി തരുന്നില്ല. അപ്പോൾ ഭഗവാൻ അത്രയും ഭക്തനായതുകൊണ്ട് ഭഗവാൻ വിളിക്കുന്ന പോലെ തന്നെ ദേവിയും വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാണ് ആള്. അപ്പം എന്തായി, ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആൾ ദേവിനെ വിളിച്ചു, എനിക്ക് എൻ്റെ വയറുവേദന മാറ്റി തരണം. ദേവി ഉടനെ തന്നെ പറഞ്ഞു ഓക്കെ, അതെന്താ, അത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ വയറുവേദന മാറ്റി കൊടുത്തു. അപ്പോൾ ഭഗവാൻ പിന്നീട് വന്നപ്പോൾ ചോദിച്ചു, എന്താണ് അങ്ങനെ ചെയ്തത്? കാരണം ആ ഒരു കുറച്ച് നാളും കൂടി ആ വയറുവേദന അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൽ നിന്നും പൂർണ്ണമായിട്ടും മോചിതനായേനെ. അല്ല, ഇനിയിപ്പം എന്താണ്, ഒരു 2 ജന്മം കൂടി നിങ്ങൾ ആ വയറുവേദന സഹിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ 2 ജന്മത്തിലും ആ ഒരു കഷ്ടം, ഏത് വയറുവേദന അല്ല, ആ വയറുവേദനയ്ക്ക് കാരണമായ അനുഭവങ്ങൾ, അത് ദുരിതമായിട്ട് 2 ജന്മം കൂടി അനുഭവിക്കേണ്ടി വരുന്ന പറഞ്ഞത്. അപ്പം എന്താ, നമുക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ശുദ്ധീകരിക്കാനാണ്, നമ്മുടെ സോളിനെ അത് അനുഭവിച്ച് തീർക്കാണ്. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മദുരിതങ്ങൾ നമ്മൾ തീർക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? ആ ലോങ് ജേണി ഓഫ് സോളിൽ നമുക്ക് ഹാപ്പിനെസ് തരാനാണ്. അപ്പോൾ ഇതല്ല ലൈഫ്, ഇത് മാത്രമല്ല ലൈഫ്, ഇനിയും ലോങ് ജേണിക്ക് എടുക്കണം നമുക്ക് നമ്മുടെ സോളിനെ. അപ്പോൾ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് എന്താവും, നമ്മൾ നല്ലതിനെ മാത്രം നോക്കുള്ളൂ. നമ്മുടെ സോളിൻ്റെ പ്യൂരിറ്റി വർദ്ധിക്കും തോറും, ജന്മങ്ങൾ കഴിയും തോറും നമ്മൾ നല്ലത് ചെയ്യാനാ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പെരുമാറാനും ഒക്കെ ശ്രമിക്കാൻ തുടങ്ങും നമ്മുടെ സോളിൻ്റെ പ്യൂരിറ്റി വർദ്ധിക്കും തോറും. അപ്പോൾ പിന്നത്തെ ജന്മങ്ങളിൽ നമ്മുടെ ജീവിത രീതി തന്നെ മാറും. ഇപ്പോഴത്തെ മുൻജന്മങ്ങളിൽ നമ്മളെങ്ങനെയായിരുന്നു? അക്രമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ജീവിത രീതിയും സാഹചര്യങ്ങളും എങ്ങനെയായിരുന്നു? യുദ്ധവും ആ കാലഘട്ടങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. രാജാവും പ്രജകളും സൈന്യവും കാര്യങ്ങളൊക്കെ ആയിട്ട്. തച്ചോളി യോധനൊക്കെ കേട്ടല്ലേ? അതായത് നാടോടികളുടെ വഴക്കിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന അങ്ങനത്തെ പരസ്പരം യുദ്ധവും വാളൊക്കെ കൊണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെന്തായി, അത് മാറിയതനുസരിച്ച് നമ്മുടെ സോളിനും പ്യൂരിറ്റി വരുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മാറും തോറും സോളിന് പ്യൂരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ഇതുപോലെ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജന്മത്തെ മാത്രം നോക്കിക്കാണുന്നവർക്കാണ് നമ്മളെപ്പോലെ സാധാരണക്കാർക്കാണ് നമ്മളെപ്പോഴും വിഷമിപ്പിക്കുക. ഭഗവാൻ എന്താണ് നമ്മളെ കൈവിടുന്നത്, നമ്മളെ ശ്രേഷിക്കാത്തത്. പക്ഷെ ഭഗവാൻ നോക്കുന്നത് എന്താണ്? പിന്നെയുള്ള ജന്മങ്ങൾ കൂടിയാ. അതാണ് ആ ഭക്തന്റെ കാര്യം പറഞ്ഞ പോലെ. ഭഗവാൻ വയറുവേദന മാറ്റി കൊടുത്തില്ല. കാരണം ഭഗവാൻ അറിയാം ഇത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. വയറുവേദന കുറച്ച് സഹിക്കണം, വേദനയുണ്ട്, പക്ഷെ അത് കണ്ട് തീർന്നു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെയുള്ള 2 ജന്മങ്ങൾ അദ്ദേഹത്തിന് ആ ദുരിതങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് കണ്ടുകൊണ്ടാണ് ഭഗവാൻ. പക്ഷേ ഈ ഭക്തൻ എന്താ ചെയ്ത് അപ്പുറത്തെ കാര്യം മാത്രം നോക്കി, നമ്മളെപ്പോലെ തന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി അത് മാറ്റിച്ചു.
ഇപ്പം എന്തായി ഭഗവാന്റെ വീക്ഷണം നമ്മളെ പറ്റിയുള്ളതും നമുക്ക് നമ്മളോടുള്ള വീക്ഷണത്തിൻ്റെ വ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ദ ഡിവൈനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞിരിക്കും. നമുക്ക് വേണ്ടിയിട്ട് ഡിവൈനിറ്റി ആ ദൈവികത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജന്മം, അത് കഴിഞ്ഞ് ജന്മം, നമ്മുടെ പരിരക്ഷ, ഓരോ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി ഈ ഒരു ഇത്രയും വരെ എത്തിച്ചത് ആ ഡിവൈനിറ്റിയാണ്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഡിവൈനിറ്റിയോടും ഭഗവാനോടും നന്ദി പറയുക. അതായത് നിങ്ങൾ വിഷമിക്കേണ്ടെന്നാണ് ഓണത്തിൽ നല്ലൊരു സന്ദേശം തന്നിരിക്കുകയാണ്. ഇതൊക്കെ മാറും നിങ്ങളുടെ ജീവിതത്തിൽ. നല്ലൊരു നിങ്ങൾക്ക് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ആ ഡിവൈനിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് വരും. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.